ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ ഒരു ആസ്പെക്ട് അത് ആലോചിച്ചിട്ടില്ലല്ലോ. ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല ചികിത്സ കിട്ടിയേ മതിയാകൂ എന്ന് കർക്കശമായ ഒരു നിലപാട് നമ്മളെടുത്തു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ചികിത്സയും ബാക്കിയുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി കർണാടക ഗവൺമെന്റ് തീരുമാനമെടുത്തത്. ഇത് ജയിലിലേക്ക് എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ. ഈ ജയിലിലേക്ക് എങ്ങനെ എത്തി എന്നതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി ബാംഗ്ലൂരിലേക്ക് പോയ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ചെയ്തത് 100% എൻ്റെ ജോലിയാണ്. ഞാനൊരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ രണ്ടുപേരെ ഇന്റർവ്യൂ ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് ഞാൻ ചെയ്തത്. തെഹൽക്കയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു KK ഷാഹിന. ഷാഹിനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ സർക്കാരിനോട് അനുമതി ചോദിച്ച് മറുപടിയും കാത്തിരിക്കുകയാണ് കർണാടക പോലീസ്. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനിക്കെതിരെ മൊഴി നൽകിയ പ്രധാന സാക്ഷികളെ മദനിക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഷാഹിനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് മാത്രം മാസത്തിൽ 2 തവണ ബാംഗ്ലൂരിൽ പോയി ഒപ്പുവെക്കേണ്ടി വന്നുവെങ്കിലും ഷാഹിന ജയിലിന് പുറത്തു തുടരുന്നു. ആദ്യം ഞാൻ കണ്ടത് KK യോഗാനന്ദ എന്ന സാക്ഷിയെയാണ്. യോഗാനന്ദ ഒരു RSS പ്രവർത്തകനാണ്, മുൻ പ്രവർത്തകനാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹം വളരെ സജീവമല്ല, കൃഷി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. അദ്ദേഹത്തോട് എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ മദനിയെ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം ഇല്ല എന്നായിരുന്നു. പിന്നെ ഈ അയാളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മുൻപേ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു റൂമിലുണ്ട് ഇവിടെ. കാലില്ലാത്ത ഒരാള് വന്ന് അവിടെ വിളിച്ചു. അത് കണ്ട ആൾക്കാരുണ്ട്, പക്ഷെ അയാളാണ് കൃത്യമായിട്ട് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ? അതെ, അങ്ങനെ ഒരാളെ വന്ന് ഇല്ല. ഈ മദനിയൊന്നും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങളൊരു വീട്ടിലൊക്കെ ഞാൻ മദനയുടെ കേസിൽ വിട്ടുന്നതല്ല, നസീറിന്റെ കേസിൽ വിട്ടുന്നതല്ല. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ തടീന്റെ ഒരു നസീറിനെ കണ്ടിട്ടുണ്ട് എന്ന സാക്ഷിമൊഴിയുടെ കൂടെ പോലീസ് ഇത് എഴുതി ചേർത്തതായിരിക്കാം. അക്കാര്യം യോഗാനന്ദയോട് പോലീസ് പറയുക പോലും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന് 2 ദിവസത്തിന് ശേഷമാണ് എന്റെ പേരിൽ കേസെടുക്കുന്നത്. കേസ് ഞാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് മദനിക്ക് അനുകൂലമായി സംസാരിപ്പിച്ചു എന്നാണ് കേസ്. ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന് അവർ കാരണമായി പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ, അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള അനുമതിക്കായി അവർ സർക്കാരിന് എഴുതിയിരിക്കുകയാണ്. അതിൽ നിന്ന് സർക്കാരിന്റെ മറുപടി കിട്ടിയാൽ ഉടൻ അവർ ചാർജ് ഷീറ്റ് കൊടുക്കും. അതാണ് അവസ്ഥ. കേരളത്തിലെ പ്രമുഖയായ ഒരു മാധ്യമ പ്രവർത്തക, അവർ രാജ്യദ്രോഹിയാവാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ബാക്കി. ഷാഹിന എനിക്ക് നന്നായിട്ട് അറിയാം. ഷാഹിന തെഹൽക്കയിൽ പോകുന്നതിന് മുമ്പ് കേരളം ഇവിടെ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തയായ പത്രപ്രവർത്തകയായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. പക്ഷേ ഷാഹിന ജയിലിനകത്ത് പോയാൽ നമുക്കിങ്ങനെ പുറത്തിരുന്ന് ചർച്ച ചെയ്യാൻ മാത്രമേ കഴിയൂ. എനിക്കിതിന്റെ ഈ പറഞ്ഞ കേസുകളുടെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. കാരണം കർണാടകത്തിൽ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ടത് അതായതുകൊണ്ട് എനിക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ ഷാഹിന പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. ഈ ഘട്ടത്തിൽ ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ നേരിട്ട് തേടുകയാണ്. അകമ്പുറം ക്ഷണിക്കുകയാണ് മദനിയുടെ സഹോദരൻ ശ്രീ ജമാൽ മുഹമ്മദിനെ. മദനിയുടെ അനിയനാണ് ജമാൽ മുഹമ്മദ്, ഒരു സ്കൂൾ അധ്യാപകൻ. മദനിക്കെതിരെ ജമാൽ മൊഴി നൽകിയിട്ടുണ്ടെന്ന് കർണാടക പോലീസ് അവകാശപ്പെടുന്നു. ബാംഗ്ലൂർ സ്ഫോടനം കഴിഞ്ഞ് 1-ാം പ്രതി തടിയന്റെവിടെ നസീറിനെയും 18-ാം പ്രതി അയ്യൂബിനെയും മദനിയുടെ നിർദ്ദേശപ്രകാരം ജമാൽ അൻവാർശേരിയിലെ ഓർഫനേജിൽ പാർപ്പിച്ചുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. മദനിയുടെ സഹോദരനാണ് ജമാൽ മുഹമ്മദ്. കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം എന്നെ ബാംഗ്ലൂർ സ്ഫോടനത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ നാസർ മദനി എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ചില ആളുകൾ അവിടെ വരും, അവരെ അവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വന്നപ്പോൾ ഞാൻ താമസിപ്പിച്ചു. പിന്നെ
പബ്ലിക് അവരെ വീക്ഷിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ സഹോദരനെ വിളിച്ചു, ഈ വിഷയം പറഞ്ഞു, അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. ഒരു കെട്ടിച്ചമച്ച സാക്ഷി മൊഴി മാത്രമാണത്. എന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല, ബാംഗ്ലൂരിൽ പോയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, എനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. ഇങ്ങനെ ഒരു സാക്ഷിമൊഴി കുറ്റപത്രം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. വളരെ നന്ദി ശ്രീ ജമാൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സാങ്കേതികമായി തന്നെ താങ്കൾ ഇപ്പോഴും മറുപടി പറയും. ഇത് കേരളത്തിലെ അന്വേഷണ ഏജൻസിയല്ല, ഇത് വേറൊരു സ്ഥലത്തെ അന്വേഷണ ഏജൻസിയാണ്, കേരളത്തിന് ഇതുമായി ബന്ധമില്ല. CIPC, CRPC അതല്ല, ഇതിനകത്ത് രണ്ടു വശമുണ്ട്. ഒന്ന്, അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. ഞാൻ ആ വെളിപ്പെടുത്തലിന്റെ സാരാംശം എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാരാംശത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതിനകത്ത് വേറൊരു രൂപത്തിലുള്ള റിലീഫുണ്ട്. അത് CRPC 173(8) അനുസരിച്ച് റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചോദിക്കാം. ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം അപ്പാടെ വിശ്വസിക്കണം. അദ്ദേഹത്തിന്റെ മൊഴി കള്ളമൊഴി രേഖപ്പെടുത്തി, അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാത്തൊരു മൊഴി ഇതിന്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ വരുന്നത് വീണ്ടും അത് കെട്ടി ചമച്ച ഒരു കേസായി വരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനത് അവിശ്വസിക്കുന്നുമില്ല. പക്ഷെ അതിന് നിയമപരമായ റിലീഫുണ്ട്. ആ നിയമപരമായ റിലീഫിലൂടെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സാങ്കേതികത്വം എന്ന് പറഞ്ഞ് അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത്. ഇല്ല, ഈ സമയത്ത് പ്രസക്തമാവുന്ന ചില വാക്കുകളുണ്ട്. അത് ഇതേ കേസിലെ തന്നെ പ്രമുഖനായ മറ്റൊരു സാക്ഷിയുടേതാണ്. ആകെ മദനി താമസിക്കുമ്പോൾ 2 പ്രാവശ്യം പോയുള്ളൂ. അപ്പോഴെല്ലാം ഫ്രണ്ടിൽ ഏത് പോലീസാണെന്ന് എനിക്കറിയത്തില്ല, കേരള പോലീസ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരുടെ അനുവാദം കൂടാണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ഒരു ആദ്യത്തെ പ്രാവശ്യം എന്നെ പുറത്ത് ഗേറ്റിനകത്ത് കയറ്റില്ല. എന്നിട്ട് മദനി വന്ന് പോലീസുകാരുടെ വീടിന്റെ ഓണറാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തുകൊണ്ടാണ് പിടിച്ച് പുറത്ത് വിടുന്നത്? അകത്ത് കയറ്റിത്താൻ പാടില്ല. 2008 മെയ് 12 ജയിൽ മോചിതനായ മദനി കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ വാടകയ്ക്ക് താമസിച്ചത് ജോസിന്റെ സഹോദരിയുടെ വീട്ടിലാണ്. ആലുവ സൗത്ത് വാഴക്കുളംകാരനായ ജോസ് വീട്ടുവാടക വാങ്ങാൻ ചെന്നപ്പോൾ മദനിയും തടിയന്റെവിടെ നസീറും സർഫറാസ് നവാസും ചേർന്ന് ബാംഗ്ലൂർ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നത് നേരിട്ട് കണ്ട സാക്ഷിയാണ് കുറ്റപത്രത്തിൽ. തന്റെ നോൺ മൂവൻ ഫാബ്രിക് ഫാക്ടറിയിലിരുന്ന് മദനിയെ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ബന്ധിപ്പിച്ച കർണാടക പോലീസിന്റെ മുഖ്യ സാക്ഷി ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ തടിയന്റെ വീട് നസീറും സർഫസ് നവാസ് ആരാണ്ടൊക്കെ അവിടെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അതിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് ഇവിടെ വന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നതാണ്. തടിയന്റെ വീട് നസീറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന്. അത് പുള്ളി ഒരു പേപ്പർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, കമ്മീഷണർ എന്ന് പറയുന്ന ഓങ്കാരയ്യ. ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇതിനകത്ത് ഒപ്പിട്ട് തരുന്നത്. അപ്പൊ എഴുതിയത് എല്ലാം കന്നഡ ഭാഷയിലാണ്. ഞങ്ങൾക്ക് ഇത് ഒപ്പിട്ടിട്ടാണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള മാർഗം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുക. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അവർ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരു സുപ്രഭാതത്തിൽ ഞാൻ വാടക മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ തടിയന്റെ വീട് നസീറും സർഫസ് നവാസും അതിനകത്തുണ്ടായിരുന്നു. മതിന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ഞാൻ പുറത്തിരുന്നുള്ള കേൾക്കാണ് ബാംഗ്ലൂർ സ്ഫോടനം, ബോംബ് എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് പുറത്തിരുന്ന് കേൾക്കുന്നു. അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം നടക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്ഫോടനം നടത്തിയത് ഇവരാണ്. പക്ഷെ ഭയപ്പെട്ടിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പൊ പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഞാനത് കേട്ടതാണ്, കണ്ടതാണ്. ഇതാണ് കന്നഡ ഭാഷയിൽ എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് മേടിച്ചത്. ഈ രാജ്യത്തിന് വേണ്ടി ഒരു സാക്ഷി പറയാൻ ബാംഗ്ലൂർ വരെ പോവാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ കുറ്റപത്രത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ വിവരങ്ങൾ ബാംഗ്ലൂരിലെ വിചാരണ കോടതിയെ അറിയിക്കാത്തതെന്തെന്ന ചോദ്യത്തിന് ജോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കർണാടകയിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വിടൂല. പോലീസിലേത്, പ്രത്യേകിച്ച് കർണാടക പോലീസിലേത് ഞാൻ കേസ് കൊടുത്ത് ഞാനിങ്ങനെ എങ്ങനെ തിരിച്ചു വരും? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. എന്നിരിക്കട്ടെ, നമ്മളറിയോ കാര്യം. അപ്പൊ നമ്മളറിയാൻ കാരണം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയേണ്ടിടത്തുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൂടി സഹായകരമാകുമായിരുന്നു. അത് ഞാൻ അദ്ദേഹം ഒരു സാധാരണക്കാരൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെന്താ പോസിബിലിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം 100% ശരിയാണെന്ന് സാധൂകരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ അടിത്തറ തകർക്കുന്ന ഒരു മനോഭാവമാണ്.
ഒരു പക്ഷെ മതവിഭാഗത്തിൽ ജോസ് മുസ്ലിം അല്ല, എന്നിട്ടും ജോസ് പേടിക്കുന്നു. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ കാതലായ പ്രശ്നം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂട സംവിധാനം കുറ്റകൃത്യം ചെയ്യുകയാണ്. ഇതൊരു യഥാർത്ഥത്തിൽ ഇവിടെ ടെററിസം നടത്തിക്കൊണ്ടിരിക്കുന്ന കർണാടക ഗവൺമെന്റാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുക. ജയിലിൽ നിന്ന് പുറത്തു വന്ന അബ്ദുൽ നാസർ മദനി തന്റെ പഴയകാല പ്രസംഗ ശൈലിയെയും പ്രവർത്തന രീതിയെയും ഒക്കെ തള്ളി പറയുകയും ചെയ്യുന്നത് പിൽക്കാലത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേ പ്രസംഗ ശൈലി ഇപ്പോഴും തുടരുന്ന ചില ആളുകളുണ്ട്. നമ്മൾ മറന്നിട്ടില്ലല്ലോ 2002 ഗുജറാത്ത് ഇപ്പോഴും കരഞ്ഞു തീർന്നിട്ടില്ലല്ലോ. 10 വർഷത്തിനിപ്പുറം മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിക്കളഞ്ഞു അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ. ഗോത്രായിലെ തീവണ്ടി മുറികൾക്കുള്ളിലിട്ട് 10-60 കർഷകരെ ചുട്ടുകൊന്നപ്പോ നോവാത്തവര്, ആ കർഷകരുടെ വെന്തളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗുജറാത്തിലെ ഹിന്ദു, അവന്റെ ഉള്ളിലെ ആണത്വം ആർക്കും പണയം വെക്കാത്തത് കൊണ്ട്, അവര് നപുംസകങ്ങളല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അല്പം പ്രതികരിച്ചിട്ടുണ്ടാകും. കാരണം ആർക്കാ ഈ വെന്തളിഞ്ഞ മാംസപിണ്ഡങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുക? ചിലപ്പോൾ അത് തെറ്റുമായിരിക്കാം, നിയമം കയ്യിലെടുത്തിട്ടുണ്ടാകാം. കാരണം ഇത്തരം സമയങ്ങളിൽ ഭരണഘടന നോക്കിയിട്ടല്ലോ ആരും പ്രതികരിക്കുക. ഇക്കാര്യത്തിലെങ്കിലും താങ്കൾ സാങ്കേതികത്വം വേടിയണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. താങ്കളും താങ്കളുടെ പോലീസും അറിയുന്നുണ്ടോ? അല്ല, ആദ്യാവസാനം ഒരു സാങ്കേതികത്വം ആദിയാണ് ഞാനൊന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമവും ശരിയല്ല, അതും വെടിയണം. അപ്പോ ഇതിന് വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ മാർഗം, 2 ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ തീരുമാനം. എന്തുകൊണ്ടാണ് ഈ കക്ഷികൾക്ക് പലതിനും ഇവിടെ വേര് പിടിക്കാൻ പറ്റാതെ പോയത്? അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെയാ കാരണം. അതുതന്നെയാണ് കാരണം. ജനങ്ങൾ അവരെ ഒഴിവാക്കുകയാണ്. ഇതും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് മാത്രം നടക്കുന്നതല്ല. എന്തുകൊണ്ട് ശക്തമായൊരു നടപടി ഇക്കാര്യത്തിലെടുക്കാൻ കാലാകാലങ്ങളായി മാറി മാറി വന്ന ജനാധിപത്യ സർക്കാരുകൾക്ക് കേരളത്തിൽ കഴിയുന്നില്ല? ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ നടന്നതെങ്കിലും അതിനെതിരായി ഉറച്ച നടപടി ഉണ്ടാകേണ്ടതാണ്. LDFന്റെ കാലത്ത് ഉണ്ടാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പോരായ്മയാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് ആരും ബുദ്ധിമുട്ടുമില്ല. 10 വർഷം പുള്ളിയുടെ ജീവിതം തമിഴ്നാട്ടിൽ കളഞ്ഞു. അതാര് ഗവൺമെന്റ് കൊടുക്കും? അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ കൊടുക്കും? 10 കൊല്ലം പുള്ളിയുടെ മക്കൾക്കും പോയി, ഭാര്യയ്ക്കും പോയി, പുള്ളിക്കും പോയി. 10 കൊല്ലം കടന്നു വന്നു. ഇപ്പൊ തന്നെ കൊണ്ടായിട്ട് 3 കൊല്ലമായി. ഇനി എന്തൊന്നും അയാൾക്ക് ജീവിതമുണ്ട്. ഇനിയും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അയാൾ വെറുതെ വിട്ടാൽ അയാളുടെ ജീവിതം പോയില്ല. ആർക്കെങ്കിലും ജീവിതം കൊടുക്കാൻ പറ്റുമോ? വൈകി കിട്ടുന്ന നീതിക്ക് എന്ത് ഗുണമാണുള്ളത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നില്ലേ വളരെ നിസ്സഹായമാണ് കേരളത്തിലെ ഒരു സർക്കാർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാരാണ് എന്ന് തോന്നാൻ സാധ്യതയില്ലേ? നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഈ അവശേഷിക്കുന്ന എന്തെങ്കിലും ഭാഗമുണ്ടോ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ ചെയ്യണോ നമുക്ക് ആലോചിക്കാം. പക്ഷെ നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് സാങ്കേതികമല്ല. നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റണം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒപ്പം MA ബേബി. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു തീർപ്പിലും എത്തുന്നില്ല. ഇതൊക്കെയാണ് വിവരങ്ങൾ, വസ്തുതകൾ. ഇനി നിങ്ങൾ തീരുമാനിക്കുക. അകമ്പുറം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. This program brought to you by Kalyan Silks, ലോകത്തിലെ ഏറ്റവും വലിയ സിൽക്ക് സാരി ഷോറൂം ഇപ്പോൾ തിരുവല്ലയിലും. In association with KLF കോക്കോനാട് വെളിച്ചെണ്ണ. കോക്കോനാട്, ഹെൽത്തി നാട്, ടേസ്റ്റി നാട്. Chivano Gold, #1.